പരീക്ഷിക്കാം. ഞാൻ ആരെങ്കിലും അങ്ങനെ വഹാബി മോദോദിയുടെ ആശയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എവിടേക്ക്? ബഹുമാനപ്പെട്ട കവരത്തി ദ്വീപിലേക്ക്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം റളിയല്ലാഹുവിന്റെ തഹലത്തിലേക്ക്. ഇന്നും നിലനിൽക്കുന്ന കറാമത്തായി പറയുന്നത് പുകയിലയുമായിട്ട് ഒരുത്തന മക്കാമിലേക്ക് അവൻ കടക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ടാണ്ട് പോകും. ഏതെങ്കിലും ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കറാമത്തൊന്നുമില്ല, അതൊക്കെ വെറുതെ അതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടെങ്കിൽ ആ വഹാബിനെ വെല്ലുവിളിച്ച് പറയട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കവരത്തി ദ്വീപ് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം അതിന്റെ മക്കാമൊന്നും അവിടെ ഉണ്ട്. എന്നാൽ ഒരു സിഗരറ്റ് ബീഡിയേറ്റ് പുകലേറ്റ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ കവരത്തി ദ്വീപിൽ അവർ 5 ദിവസം കൊണ്ട് ആ മക്കാമിലൊക്കെ കയറി എന്നാ കാണാ കറാമത്ത് എന്താണെന്നുള്ളത്. കറാമത്ത് നിഷേധിക്കുന്ന ഇല്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾ കറാമത്ത് നിഷേധിക്കുന്നവരല്ല മൗലിയരെ. ഇതാ നിങ്ങളെ നോണപ്രചരണേ, കറാമത്ത് നിഷേധിക്കുന്നവരല്ല. പിന്നെ നിങ്ങളെ വെല്ലുവിളി എന്താണ്? ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ ബീഡി സിഗരറ്റുമായിട്ട് ആണ്ട് വാം. ഇവിടെ ഉള്ള എല്ലാ വഹാബി ഏറ്റെടുക്കും, ഇവിടെ എല്ലാവരും ഏറ്റെടുക്കും, ഞങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ബീഡി സിഗരറ്റും പുകയിലൊന്നും ഞങ്ങൾ കൊണ്ടുനടക്കലില്ല. തൽക്കാലം നിങ്ങളെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളതൊക്കെ പോക്കറ്റിലൊക്കെ വെച്ചാണ്ട് കയറാം. ആണ് കയറിയിട്ട് ഞങ്ങളാണ്ട് വരാം. വന്നിട്ട് ബോധം കെടാതെ ഞങ്ങൾ ആ ജാറത്തിൻ്റെ ഉള്ളിലേക്കാൻ കയറി നിങ്ങൾ സങ്കല്പിച്ചോളീൻ. കാരണം നിങ്ങൾക്ക് സങ്കല്പിക്കാനല്ലേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ജാറത്തിൽക്കാൻ വരാം. അങ്ങനെ ജാറത്തിൽക്കാൻ വന്നാൽ കംപ്ലീറ്റ് സെക്യൂരിറ്റി നിങ്ങൾ തരണം. കാരണം അത് നിങ്ങളെ സ്ഥലമാണ്, നിങ്ങളെ അധികാരത്തിലുള്ളതാണ്. ഞങ്ങളാണ് കയറും. ഞങ്ങളാണ് കയറിയാൽ ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ തരണ്ട. ഞങ്ങൾ അങ്ങനെയാണ് കയറിയാൽ ബീഡിയും പുകയിലും സിഗരറ്റൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ തൽക്കാലം അതും വെച്ചാണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പറ്റാതെ ബോധം കെടാതെ കയറിയാൽ ഞങ്ങൾക്ക് വിനീതമായിട്ടൊരൊറ്റ അപേക്ഷയുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും തരണ്ട. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും, സുരക്ഷിതമായിട്ടാണ് പോരാ. ബാക്കി പണി പിന്നെ നിങ്ങൾക്കാണ്. നിങ്ങൾ വലിയൊരു ഹാമർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ജാറ് അടിച്ചാണ് പൊളിക്കണം. ആ ജാറങ്ങൾ അടിച്ചാണ് പൊളിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള നിയമം അനുസരിച്ച് ഒരു ചാണ് മാത്രമാക്കി നിലനിർത്തുക. അതിമ മൂടിയതെടുത്ത് വലിച്ചെറിയുക, അവിടെയുള്ള നേർച്ചപ്പെട്ടി എടുത്ത് ഒഴിവാക്കുക, അവിടെയുള്ള വിളക്ക് കൊളുത്തിയത് ഒഴിവാക്കുക. നിങ്ങൾക്കാണ് അതിന് അധികാരമുള്ളത്, ഞങ്ങളത് ചെയ്യൂല. കാരണം ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. നിങ്ങൾക്ക് അധികാരമുള്ളിടത്ത് നിങ്ങളെ കൈ കൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ, അത് നിങ്ങൾ എഴുതി തരികയാണെങ്കിൽ ഏത് വഹാബികളും റെഡി പോകാൻ റെഡിയാണ്. അപ്പം നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആരെയായി പറഞ്ഞ് പേടിപ്പിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയായി സമൂഹത്തോട് പറയുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ഈ കള്ളും കഞ്ചാവും ഇനി അതേപോലെ തന്നെ സിഗരറ്റും പൊലിയും ബീഡിയും ഏത് മോലേരായാലും വേണ്ടില്ല, ഏത് തങ്ങളായാലും വേണ്ടില്ല, ഏത് വഹാബി ആയാലും വേണ്ടില്ല എന്നല്ലല്ലോ ആദ്യത്തെ ആൾ പറഞ്ഞത്. ഏത് മോലേരായാലും തങ്ങളായാലും. ഇവർക്കറിയാം മോലേരിയും തങ്ങളെയൊക്കെ പോക്കറ്റിൽ കഞ്ചിയും ഇതൊക്കെ ഉണ്ടാവുമെന്ന്. നേരത്തെ കേട്ടില്ലേ, ആ തങ്ങന്മാരല്ലേ ഓലെടുത്തത് എപ്പോഴും ഉണ്ടാവുമല്ലോ. ആണ് കയറിയ പ്രശ്നം. എന്നിട്ട് അവർ കയറി ആ ജാറത്തിൽ പോയ ആ ഇമാമിനൊക്കെ ഫാത്തിഹ വരെ മറന്നിക്കാണ് എന്ത് ഗഞ്ച വിൽക്കരുത് എന്ന് പറഞ്ഞതിന്. ആലോചിച്ച് നോക്കണം. ഇവരിങ്ങനെ ഓരോടത്തും ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിൽ സമൂഹത്തെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പറ്റിക്കൽ കറാമത്തിന് ഞങ്ങളില്ലാന്ന് അതേ അവസരത്തിൽ അള്ളാഹ് പറഞ്ഞ ഹദീസുകളിൽ കാണുന്ന സർവ്വ മുഅ്ജിസത്ത് കറാമത്തുകളും ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? കറാമത്തുണ്ട്, ഔലിയാക്കലുണ്ട്, പക്ഷെ അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. മറിയം ബീവിയുടെ കറാമത്ത് കണ്ടില്ലേ? മറിയം ബീവിക്ക് അള്ളാഹ് കൊടുത്ത കറാമത്ത് എന്താ? ഒരു ഭക്ഷണവും ഇല്ലാത്ത സമയത്ത് ബൈത്തുൽ മുഖദ്ദസിൽ താമസിപ്പിക്കപ്പെട്ട മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം എവിടുന്നാണ് എനിക്ക് കിട്ടിയത്? അള്ളാഹ് തന്നതാണ് എന്ന് മറിയം ബീവി സക്കരിയ അലൈഹി ഇസ്ലാമിനോട്. ആ സമയത്ത് സക്കരിയ നബി അവിടെ വെച്ച് വേഗം ദുആ ചെയ്യുന്നു, അള്ളാഹ് എനിക്കൊരു കുട്ടിനെ തരണേ. അല്ലാതെ മറിയം ബീവി നിങ്ങൾ എനിക്കൊരു കുട്ടിനെ തരണേ എന്നല്ല. അപ്പോൾ കറാമത്തില്ലേ? ഉണ്ട്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. മുസത്തുണ്ട്, കറാമത്തുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ ഈ വിധത്തിൽ സമൂഹത്തെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് തെറ്റിക്കല്ലേ. ഉള്ളതുപോലെ പറയൂ. ഇല്ലാത്തത് പറഞ്ഞ് ഞങ്ങളുടെ മേൽ കെട്ടിവെക്കല്ലേ. ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഒരുത്തൻ ഔലിയ ആവൂല.